നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണു, ഇനി ഇവള് പറയുന്ന കള്ളക്കഥയും കേട്ട് നിൽക്കാതെ പിടിച്ച് അവളെ വെളിയിലോട്ട് ഇറക്കടാ. അല്ല ആന്റി, വേണ്ട, ഞാൻ ഇറങ്ങാം. പക്ഷെ വിഷ്ണുവേട്ടന്റെ ഭാര്യ ശാലിനി പ്രസവിച്ചത് ഇരട്ടക്കുട്ടികളായിരുന്നു എന്നുള്ള സത്യം വിഷ്ണുവേട്ടൻ അറിയോ? വിഷ്ണുവേട്ടൻ തിരക്കി നടക്കുന്നുണ്ടല്ലോ സത്യയുടെയും പപ്പിയുടെയും പിന്നാമ്പുറ കഥ. എനിക്ക് കേട്ടോ. ഇവളെല്ലാരും പറ്റിക്കായിരുന്നു. ശ്യാമയുടെ കുട്ടി അബോഷനായി പോയപ്പോ ശാലിനി പ്രസവിച്ച ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടി, അതായത് ദാ ഈ പപ്പിയെ ഇവൾക്ക് വളർത്താൻ കൊടുത്തതാ. അപ്പോ നീ പറയുന്നത് ശ്യാമ പ്രസവിച്ച കുട്ടിയല്ല പപ്പിയെന്നാണോ? അതെ ആന്റി, ഇവരെല്ലാം കൂടി ചതിക്കായിരുന്നു. ഇനി വിശ്വാസയോഗ്യമായ മറ്റൊരു സത്യം കൂടി ഞാൻ പറയാം. പപ്പി ആക്സിഡന്റ് ആയി കിടന്നപ്പോ പപ്പിക്ക് രക്തം കൊടുത്ത് ജീവൻ രക്ഷിച്ചത് മറ്റാരുമല്ല, ശാലിനി തന്നെയാ. സുസ്മിതേ, ഇത്രയും നേരം നിന്റെ ഈ കള്ളക്കഥയും കേട്ടു നിന്നതേ നീ ഇത് എവിടം വരെ എത്തിക്കുന്ന അറിയാൻ വേണ്ടിയാ. എന്നോട് എന്റെ കുടുംബത്തോടുള്ള പക തീർക്കാനേ ഇനി ഇതുപോലുള്ള കള്ളക്കഥയായിട്ട് വന്ന മുറ്റം തൂക്കുന്ന കുറ്റിച്ചൂലെടുത്ത് അടിക്കും ഞാൻ. ആന്റി, ഇറങ്ങടി വെളിയില്. എടി ഇറങ്ങാൻ വെളിയില്. ഞാൻ പറഞ്ഞ സത്യ, പപ്പി ശ്യാമയുടെ കുട്ടിയല്ല. ശാലിനി പ്രസവിച്ചതാ പപ്പിയെ. ഇനി ആ പേരിവിടെ പറഞ്ഞോ അടിച്ച് നിന്റെ കരണം ഞാൻ പോകിക്കും. എന്നെ തല്ലിയതുകൊണ്ടോ ഈ മുറ്റത്തുനിന്ന് അടിച്ചിറക്കിയതുകൊണ്ടോ സത്യം അല്ലാതാവില്ല. ഞാനിത് എവിടെയും വിളിച്ചു പറയും. ശാലിനി പ്രസവിച്ചത് ഇരട്ട കുട്ടികളെയാണ്. പപ്പിയും സത്യയും ഒരമ്മ പെറ്റ മക്കളാണ്. അവര് സഹോദരങ്ങളാണ്. വീണ്ടും നീ അത് തന്നെ പറയുന്നോടി. ഇറങ്ങി പോടി ഇവിടുന്ന്. ആന്റി, ഞാൻ പറയുന്നത് ഇറങ്ങി പോവാൻ. തെളിവില്ലാതെ നേരിട്ട് പോയി പറഞ്ഞാൽ ഇതായിരിക്കും അനുഭവം. തെളിവ് കണ്ടെത്തണം, എന്നിട്ട് പൊളിച്ചടുക്കണം എല്ലാത്തിനെയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.